ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത ശബ്ദമെല്ലാം കേട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷമൊക്കെ തീർന്നതാണല്ലോ എന്നും പിന്നെ ഇത് എവിടുന്നായിരിക്കും ഈ ബഹളം കേൾക്കുന്നതെന്ന് സുസ്മിത സംശയത്തോടെ നോക്കി. അപ്പോഴാണ് വിഷ്ണുവും കമലിനും കൂടി ശരിക്കും മദ്യപിച്ച് കുറച്ച് ബാൻസെറ്റുകാരുമായിട്ട് അവിടെ വന്ന് തുള്ളിച്ചാടുന്ന കാഴ്ച കണ്ടത്. അല്ല, ഇതെന്താ ഇവർക്ക് സംഭവിച്ചതെന്ന് സംശയത്തോടെ സുസ്മിത കാറിലിരുന്ന് നോക്കുന്നു. അപ്പോഴേക്കും വിഷ്ണുവും കമലിനും എല്ലാം പാട്ടും പാടിക്കൊണ്ട് തുള്ളിച്ചാടി അവരുടെ കാറിനരികിലൂടെ എത്തി. ഉടനെ തന്നെ വിഷ്ണു കമലിനോട് പറഞ്ഞു, മതി മതി നിർത്തറ, എടാ ഇനി പാടേണ്ടത് നീയാണെന്ന് പറഞ്ഞ് കമലിനോട് അടുത്ത പാട്ട് പാടാൻ അറിയിച്ചു. ഉടനെ കമൽ പാട്ട് പാടുന്നത് കേട്ട് അവസാനം വിഷ്ണു പറഞ്ഞു, നിർത്തറ, നീ പാടുന്നത് മുഴുവനേ കേൾക്കുമ്പോൾ തന്നെ അറിയാം നീ മദ്യപിച്ചിട്ടാ പാടുന്നതെന്ന്. ഒരു കള്ളുകൂടിയും പാടുന്ന പോലെയാ നീ പാടുന്നത്. ഒരക്ഷരം തന്നെ ആവർത്തിച്ച് വരുന്നത് തന്നെ അതുകൊണ്ടാണ്. നീ ഇപ്പൊ പാടിയില്ലേ ലലലല എന്നും പറഞ്ഞുകൊണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരക്ഷരം ഒരു വട്ടം ആവർത്തിക്കാൻ പാടുള്ളൂ. നീ ഇതെന്ത് എത്ര തവണയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ നീ പാപ്പ പാപ്പ പറഞ്ഞില്ലേ, അതിനകത്ത് നിനക്ക് എത്ര പായടാ വേണ്ടത് എന്നൊക്കെ വിഷ്ണു പാട്ടിലെ ഓരോ വരികളെ കുറിച്ചും കുറ്റം പറഞ്ഞു. ഉടനെ വിഷ്ണു പറയുന്നത് കേട്ട് കമലൻ ചോദിച്ചു, അല്ല ആശാനെ, അതിനിപ്പോ ശരി, ഞാൻ ഇനിയെങ്കിൽ അങ്ങനെ പാടുന്നില്ല എന്ന് പറഞ്ഞതും വിഷ്ണു കമലന്റെ കർണത്തിനിട്ട് അടി കൊടുത്തു. എടാ, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചതും കമലൻ പറഞ്ഞു, മനസ്സിലായി ആശാനെ, നമ്മള് മദ്യപിച്ചിട്ടാ പാടുന്നെന്ന് ആർക്കും തോന്നരുത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. മദ്യപിച്ച് നടക്കുന്ന ആളുകളാണ്, അതല്ലേ ആശാൻ പറഞ്ഞത് എന്ന് ചോദിച്ചതും വീണ്ടും കമലിന്റെ കർണത്തിനിട്ട് ഒന്ന് കൊടുത്തു. എടാ, നീ എന്നെ കളിയാക്കിയതല്ലടാ എന്ന് ചോദിച്ചതും അല്ല ആശാനെ, ഞാൻ സത്യം പറഞ്ഞതാ എന്ന് പറഞ്ഞതും ഉടനെ വീണ്ടും വിഷ്ണു പറഞ്ഞു, അല്ലടാ നീ എന്നെ ഇപ്പൊ കളിയാക്കിയതല്ലേ എന്ന് വീണ്ടും വിഷ്ണു ചോദിച്ചപ്പോഴേക്കും എന്റെ ആശാനെ ഞാൻ കളിയാക്കുവോ എന്നായി കമലിന്റെ അടുത്ത ചോദ്യം. ഉടനെ തന്നെ വിഷ്ണു കമലിനോട് ചോദിച്ചു, എടാ നീ ഏതെങ്കിലും IAS കാരി കണ്ടിട്ടുണ്ടോടാ എന്ന് ചോദിച്ചതും ഇല്ല ആശാനെ എന്ന് പറയുമ്പോൾ വിഷ്ണു വീണ്ടും കമലിന്റെ കർണത്തിനിട്ട് ഒന്ന് കൊടുത്തു. എന്നാലേ നീതാ ഇപ്പൊ കാണാൻ പോവാ ഒരു IAS കാരിയെ എന്ന് പറഞ്ഞതും പെട്ടെന്ന് സുസ്മിതയുടെ കാറ് കമലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനകത്തുനിന്ന് സുസ്മിത നോക്കുന്നതായിട്ട് കമലിന് മനസ്സിലായതും സുസ്മിത പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ അവൻ എന്നെ കണ്ടല്ലോ, ഇതോടെ പെട്ടല്ലോ എന്ന് ആലോചിച്ച് സുസ്മിത വേഗം കാറിൽ നിന്ന് തന്റെ കൈ പൊത്തി മുഖം മറയ്ക്കാൻ തുടങ്ങി. ഉടനെ തന്നെ സുസ്മിതയെ കണ്ടതായിട്ട് വിഷ്ണുവിനോട് കമലൻ പറഞ്ഞു, ആശാനതേ സുസ്മിത. ആ പേര് കേട്ടതും വിഷ്ണു വീണ്ടും കമലന്റെ മുഖത്തിനിട്ടൊന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ പേര് നീ ഇവിടെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞതും കമലൻ പറഞ്ഞു, അല്ല ആശാനെ, ദേ അത് കണ്ടില്ലേ ആ കാറിനുള്ളിൽ സുസ്മിത, അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കമലൻ ചൂണ്ടിക്കാണിച്ചു. വിഷ്ണു കമലൻ പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയതും അതിനകത്ത് സുസ്മിത ഇരിക്കുന്ന കണ്ടതോടെ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം സുസ്മിത കാറിനരികിലേക്ക് ചെന്നു. ഹലോ, ഈ ചില്ല് താത്തേ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും ഗ്ലാസിന് തട്ടി തട്ടി ഒച്ചയുണ്ടാക്കി. വിഷ്ണുവിനെ നോക്കാതെ സുസ്മിത ചോദിച്ചു, എന്താ? അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, അല്ല കുട്ടിയുടെ പേര് സുസ്മിത എന്നാണോ എന്ന് ചോദിച്ചിട്ടും അവൾ പറഞ്ഞു, അല്ല. അത് കേട്ട ഉടനെ വിഷ്ണു നേരെ കമലിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ആ കുട്ടിയുടെ പേര് സുസ്മിത എന്നല്ലെന്നേ. എടാ, സുസ്മിത എന്നുള്ള പേര് അവൾക്ക് മാത്രമേ ഉള്ളൂ, വേറൊരു കൊച്ചിനും അതുപോലൊരു പേര് ചേരില്ല. ആ പേര് പോലും പറയാൻ നാണക്കേടാ എന്ന് പറഞ്ഞതും വിഷ്ണു കമലിനോട് സംസാരിക്കുന്നത് കണ്ട് വേഗം സുസ്മിത ഡോറിന്റെ ഗ്ലാസ് കയറ്റി. ഉടനെ തന്നെ വിഷ്ണു അങ്ങനെയല്ലേ എന്ന് ചോദിച്ച് പിന്തിരിഞ്ഞ് നോക്കിയതും ആ ഗ്ലാസ് കയറ്റിയിട്ടേക്കുന്ന കണ്ടതോടെ വിഷ്ണു പറഞ്ഞു, കണ്ടില്ലേടാ, ആ കൊച്ചു പോലും അത് ഇഷ്ടപ്പെടാതെ ഗ്ലാസ് കയറ്റിയത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവിനോട് കമലൻ പറഞ്ഞു, ശരിയാ ആശാനെ, ആർക്കും ആ പേര് ഇഷ്ടാവത്തില്ല. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, എന്നാ ശരി, നമ്മൾ വന്ന കാര്യം നടത്താം ആശാനെ എന്ന് കമലൻ ചോദിച്ചതും വിഷ്ണു ചോദിച്ചു, എടാ മദ്യപിക്കുന്ന കാര്യമാണോ എന്ന് അന്വേഷിച്ചപ്പോ കമലൻ പറഞ്ഞു, അല്ല ആശാനെ, നമ്മുടെ പ്രോഗ്രാം ഇല്ലേ എന്ന് ചോദിച്ചതും ഓ അത് ശരി, എന്നാ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും ബാനുസെറ്റിനോട് വീണ്ടും നമ്മുടെ പാട്ടും ആഘോഷവും ഒക്കെ തുടങ്ങാമെന്ന് വിഷ്ണുവും കമലിനും അറിയിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും തുള്ളിച്ചാടിക്കൊണ്ട് പാട്ടും പാടി ശാലിനിയുടെ വീടിന് മുറ്റത്തേക്ക് പോകുന്നു. ഈ സമയത്ത് സുസ്മിത കാറിനുള്ളിൽ നിന്ന് ആലോചിച്ചു, ദൈവമേ, ഈ പാമ്പിൻ കൂട്ടത്തിനൊക്കെ എന്താ അടുത്ത നീക്കം? ഇവരെല്ലാം കൂടി ഈ ബഹളം വെച്ച് ശാലിനിയുടെ വീട്ടുമുറ്റത്തേക്ക് എന്തിനാ പോകുന്നത്? കുറച്ചു നേരം ഇവിടെ കാത്തു നിന്നാൽ എന്തിനെങ്കിലും ഒരു വക കിട്ടുവോ ഇവിടെ കാത്തു നിൽക്കുന്നത് കൊണ്ട് എന്ന് സുസ്മിത മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്നാലോചിച്ച് സുസ്മിത ആ വാതുക്കൽ തന്നെ കിടന്നു. ഈ സമയത്ത് ശാലിനി വീട്ടിലിരുന്നുകൊണ്ട് സത്യാമ്മയ്ക്ക് താൻ കൊടുത്ത ആ സത്യത്തെക്കുറിച്ച് ആലോചിച്ചു. തന്റെ മനസ്സിലെ കളക്ടർ മോഹം താൻ ഉപേക്ഷിച്ചേക്കാമെന്നുള്ള സത്യാമ്മയ്ക്ക് നൽകിയ വാക്ക് ഓർത്തുകൊണ്ട് ശാലിനി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ശ്യാമ വാതുക്കലേക്ക് എത്തി. ആ കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കുഞ്ഞേച്ചി ഈ ലോകത്തെങ്ങും അല്ലേ എന്ന് ശ്യാമ ചോദിച്ചു. അല്ല, ഇപ്പം കുഞ്ഞേച്ചിയുടെ പ്രശ്നം എന്താ എന്ന് ശ്യാമ അന്വേഷിച്ചതും ശാലിനി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോ
ശ്യാമ ചോദിച്ചു, എന്താ അമ്മ സത്യമ്മയുടെ കാര്യം പറഞ്ഞതാണോ കുഞ്ഞേച്ചിയുടെ മനസ്സിനെ അലട്ടുന്നത്? എന്റെ കുഞ്ഞേച്ചി, അമ്മ തന്നെ നമ്മളോട് പറയാറില്ലേ, അനാവശ്യമായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ നമ്മളെ മനസ്സ് നീറ്റരുതെന്ന്. അമ്മ തന്നെ പറഞ്ഞിട്ടില്ലേ, പുഴുവരിക്കുമെന്ന് വിചാരിച്ച് പുഴുവരിച്ചാലും ചുഴലിപ്പോയാലും പട്ടി മാന്തുവെന്ന് ഓർത്ത് ആരും വേദനിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുതെന്ന്. എന്ന് അങ്ങനെ പറഞ്ഞ അമ്മ തന്നെ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഓർത്ത് നാളെക്കുറിച്ച് ഓർത്തും ദുഃഖിക്കും. അതാണ് അമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞത്. ശാലിനി പറഞ്ഞു, അമ്മ അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ ഒന്നും മിണ്ടാതെ തല കുനിച്ചിരിക്കുന്നു. ഉടനെ തന്നെ ശാലിനി പറഞ്ഞു, അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അമ്മയുടെ ജീവിത അനുഭവങ്ങളാണ് അമ്മയെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതും. അമ്മ ഇന്നേ വരെ അമ്മയെക്കുറിച്ച് ഓർത്ത് പേടിച്ചിട്ടില്ല, മറിച്ച് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അമ്മയുടെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന അമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട്. ആ ഭയമാണ് അമ്മയുടെ മനസ്സിനെ അലട്ടുന്നത്. അമ്മ ഇന്നേ വരെ അമ്മയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ശാലിനി പറഞ്ഞു. അതെല്ലാം കേട്ട് ശ്യാമ അങ്ങനെ വിഷമത്തോടെ ശാലിനിയുടെ വാക്കുകൾ കേട്ട് മറുപടിയൊന്നും പറയാതിരിക്കുമ്പോഴേക്കും, എനിക്കത് ഓർത്തിട്ടാണ് ആകെ ആശങ്ക എന്ന് സത്യാമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല എന്നാണ് അമ്മയുടെ മനസ്സിന്റെ ആശങ്ക. കാരണം ഇപ്പോ സത്യാമ്മ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. സത്യാമ്മയുടെ മകന്റെ ഭാര്യയായി എന്നെ അംഗീകരിക്കണമെങ്കിൽ സത്യാമ്മയുടെ അനുസരണയുള്ള കുട്ടിയായി ഞാൻ നിന്നാൽ മാത്രമേ ഉള്ളൂ. നാളെ ഈ വാർത്ത സത്യാമ്മ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഓർത്തിട്ടാണ് അമ്മയുടെ മനസ്സ് വേദനിക്കുന്നതെന്ന് ശാലിനി പറഞ്ഞപ്പോഴും ശാലിനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ശ്യാമ പറഞ്ഞു, എന്റെ കുഞ്ഞേച്ചി, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇക്കാര്യം സത്യാമ്മ അറിഞ്ഞാൽ സത്യാമ്മയ്ക്ക് കുഞ്ഞേച്ചിയോടുള്ള സ്നേഹം കൂടത്തേ ഉള്ളൂ എന്ന് ശ്യാമ പറയുമ്പോ വിഷ്ണുവും കമലിനും കൂടി വലിയ സന്തോഷത്തോടെ ശാലിനിയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തി. ഉടനെ വിഷ്ണു പറഞ്ഞു, മതി മതി, സ്റ്റോപ്പ്, ലൈസൻസ് എന്ന് പറഞ്ഞതും ഉടനെ കമലൻ ചോദിച്ചു, അല്ല ആശാനെ, ആശാൻ എന്താ ഈ പറഞ്ഞത്? എടാ, ലൈസൻസ് എന്ന് മിണ്ടാതിരിക്കാൻ. ഉടനെ കമലൻ ചോദിച്ചു, അല്ല ആശാനെ, അത് സൈലൻസ് എന്നല്ലേ പറയേണ്ടത്? സൈലൻസ് അതല്ലേ അർത്ഥം എന്ന് ചോദിച്ചതും ഉടനെ, അത് തന്നെയല്ലേടാ ഞാൻ പറഞ്ഞത്, ലൈസൻസ് എന്ന്. അതെ, ഞാനൊരു കളക്ടറുടെ ഭർത്താവാകാൻ പോവല്ലേ, അപ്പം അതിന്റെ ഒരു മോഡേണ് നമ്മളും ആകുന്നത് കൊണ്ട് മോശമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും കമലൻ പറഞ്ഞു, അതല്ലേ ആശാനെ ഞാൻ പറഞ്ഞത്, സൈലൻസ് എന്ന്. ഉടനെ വിഷ്ണു പറഞ്ഞു, എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി നീ മിണ്ടാതിരുന്നോ, നിനക്ക് മിണ്ടാനുള്ള വോയിസില്ല, മനസ്സിലായോ? എല്ലാരും ഇവിടെ സൈലന്റ് ആയിട്ടിരുന്നോ കേട്ടോ, കളക്ടർ കുട്ടി ഇപ്പൊ ഇങ്ങ് വരും എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ കയ്യിലിരുന്ന കിലിക്കും ആ കയ്യിലിരുന്ന മാലയുമൊക്കെ കമലന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ദാ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ശാലിനിയുടെ വീട്ടിലേക്ക് കയറാൻ പോന്നു. ഈ സമയത്ത് ശ്യാമ ശാലിനിയോട് പറഞ്ഞു, അതെ കുഞ്ഞേച്ചി, ഞാൻ കുഞ്ഞേച്ചി അന്വേഷിച്ച് വന്നതേ കുഞ്ഞേച്ചി ഭക്ഷണം കഴിക്കാൻ വിളിക്കാനാണ് വന്നത്. ഉടനെ തന്നെ ശാലിനി പറഞ്ഞു, എനിക്കിപ്പോ വേണ്ട, അമ്മ കൂടി വരട്ടെ. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, അമ്മ ഇനിയും വരാൻ ചിലപ്പം വൈകിയേക്കും. അമ്മ വരാൻ വൈകുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കാനോ എന്ന് ചോദിച്ച് ശ്യാമ ശാലിനിയെ നിർബന്ധിച്ചു. അതെ, അങ്ങനെ വിശന്നിരുന്നാലേ കുറച്ച് കഴിയുമ്പോഴേ ഈ വയറ്റിലുള്ള കുഞ്ഞാവയുണ്ടല്ലോ അവിടെ കിടന്ന് മുരടാൻ തുടങ്ങും, അതാ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ശാലിനി ശ്യാമയെ നോക്കി. ഈ സമയത്തായിരുന്നു വിഷ്ണു വളരെ സന്തോഷത്തോടെ ആ സ്റ്റെപ്പ് കയറി സിറ്റ് ഔട്ടിലേക്ക് എത്തിയത്. സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വിഷ്ണു ശ്യാമ പറയുന്ന വാക്കുകൾ കേൾക്കാനിടയായി. ഈ കുഞ്ഞു വയറ്റിൽ കിടക്കുന്നവനെ അവിടെ കിടന്ന് വിശന്നിട്ട് മുരളാൻ തുടങ്ങും, അത് മറക്കണ്ട. അപ്പോഴേ അവന് സമയത്ത് ഭക്ഷണം കൊടുക്കണം, അതാ വേണ്ടത്. എന്റെ കുഞ്ഞേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞാവേ, അവൻ എന്റെ കുഞ്ഞാവയാന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്റെ കുഞ്ഞാവയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, എനിക്കിപ്പോ ഒന്നും വേണ്ട. അപ്പോഴേക്കും ശ്യാമ വീണ്ടും പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കുഞ്ഞാവേ നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ചു വേണം അവൻ വളർന്നു വരാൻ. അതുകൊണ്ട് ഇനിയിപ്പോ സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ ഞാനേ ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഒരു മസാല ദോശ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. അതേ വലിയേച്ചി, ഇവിടുത്തെ ഈ ഗർഭിണിക്ക് ഒരു മസാല ദോശ എനിക്ക് വേഗം ശരിയാക്കി തന്നെ എന്ന് പറഞ്ഞ് ശ്യാമ ഉറക്കെ വിളിച്ചു പറയുമ്പോ വിഷ്ണു ശാലിനി ഗർഭിണിയാണെന്നുള്ള സത്യം അറിയുന്നു. പുറത്തു നിന്ന് വിഷ്ണു അതെല്ലാം കേൾക്കുമ്പോൾ വിഷ്ണുവിന് വളരെയേറെ സന്തോഷമാകുന്നു. വിഷ്ണുവിന്റെ കണ്ണുകൾ നിറയുകയും സന്തോഷം കൊണ്ട് വിഷ്ണു അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ വേഗം ശാലിനിയുടെയും ശ്യാമയുടെയും സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് ശാരിക എത്തുന്നു. ശാരിക അവിടേക്ക് കയറി വരുമ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് വാതിക്കൽ വിഷ്ണു നിൽക്കുന്നത് കണ്ടത്. ഉടനെ ശ്യാമ പറഞ്ഞു, അതെ വലിയേച്ചി, ഇവിടുത്തെ ഈ ഗർഭിണിക്ക് ഒരു മോഹം,
ഒരു മസാല ദോശ കഴിക്കണമെന്ന്. ഉടനെ റെഡിയായില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് ശാലിനി ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശ്യാമയുടെ ചെവിക്ക് പിടിച്ചു. അപ്പോഴേക്കും ശാരിക വേഗം ശാലിനിയെയും ശ്യാമയെയും വിഷ്ണു എന്നൊന്ന് അറിയിക്കാനായി വാതിക്കലേക്ക് നോക്കിയിട്ട് വിഷ്ണുവേട്ടൻ എപ്പോ വന്നു എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടതോടെ ശാലിനിയും ശ്യാമയും ഞെട്ടി. അപ്പോ ശാരിക ഇരുവരെയും നോക്കി. വിഷ്ണു അവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണെന്ന് രണ്ടുപേരെയും നോട്ടത്തിൽ നിന്ന് മനസ്സിലായി. ഉടനെ വിഷ്ണു ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തി. ശാലിനി, താൻ താൻ ഗർഭിണിയാ എന്ന് വിഷ്ണു അരികിലെത്തി ശാലിനിയോട് അന്വേഷിച്ചു. എന്ത് പറയണമെന്നറിയാതെ ശാലിനി ആകെ അന്തിച്ചു നിൽക്കുമ്പോൾ ശ്യാമയും ശാരികയും ആകെ ഞെട്ടലോടെ നിന്നു. ഉടനെ തന്നെ വിഷ്ണു ശാലിനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ സന്തോഷം അറിയിച്ചു. എടോ, ഇത് ഒരു വലിയ സന്തോഷമല്ലേ? അതെ, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു സന്തോഷത്തോടെ ശാലിനിയോട് വിവരങ്ങൾ ചോദിച്ചു. എന്നിട്ട് ഇതെന്താ എന്നോട് പറയാഞ്ഞേ എന്ന് വിഷ്ണു ശാലിനിയോട് അന്വേഷിച്ചു. ശാലിനി ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു വീണ്ടും ശാലിനിയോട് പറഞ്ഞു, എടോ, ഇത് നമുക്ക് ആഘോഷിക്കണ്ടേ? എനിക്ക് ഇന്ന് സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഇന്ന് ഇരട്ടി സന്തോഷമുള്ള ദിവസാ. താൻ IAS നേടി, ഇപ്പതാ നമുക്ക് ഒരു കുഞ്ഞ് എന്നെല്ലാം പറഞ്ഞ് ദേ കമലിനും സെറ്റ് നമ്മുടെ കൂട്ടരെല്ലാം താഴെ വന്നിട്ടുണ്ട്. കമലിനും സെറ്റും വന്ന് അവിടെ ചെണ്ടമേളമൊക്കെ ആയിട്ട് വലിയ സന്തോഷത്തിലാണ്. തന്നെ സ്വീകരിക്കാനായി വന്നതാ എന്നൊക്കെ വിഷ്ണു അറിയിച്ചു. ഇനി സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. വാ, നമുക്ക് അവരോട് പോയി ഇതെല്ലാം പറയാം. താൻ വാടോ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ വിളിച്ചു. ഈ സമയത്ത് വിഷ്ണു അകത്തേക്ക് പോയിട്ടും ഇതിലേട്ടും കാണാതായതോടെ കമലും കൂട്ടരും എന്താ ആശാൻ വരാത്തതെന്ന് സംശയത്തോടെ നോക്കി നിൽക്കുന്നു. അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെ സന്തോഷം കൊണ്ട് അവിടെ ഒന്ന് വട്ടം ചുറ്റിക്കുകയും അവസാനം ശാലിനിയുടെ കയ്യിൽ നിന്ന് വിഷ്ണു നേരെ ചെന്ന് ആ കസേരയിലേക്ക് ചെന്നിരുന്നു. ഉടനെ വിഷ്ണു ചോദിച്ചു, എടോ, എനിക്ക് ഈ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ലടോ. ഞാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചതും ഉടനെ വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ടൻ കുടിച്ചിട്ടുണ്ടോ? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, എടോ, ഇത്തിരി, അത് ഈ സന്തോഷത്തിനാടോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ, സന്തോഷത്തിന് കുടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും വിഷ്ണുവേട്ടൻ സന്തോഷിച്ചു. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞാൻ IAS നേടിയതിന്റെ പേരിൽ വിഷ്ണുവേട്ടൻ സന്തോഷിച്ചു. പക്ഷെ ഞാൻ ഗർഭിണിയാണെന്നോർത്ത് വിഷ്ണുവേട്ടൻ സന്തോഷിക്കണ്ട. ഞാൻ ഗർഭിണിയല്ല. അത് കേട്ടതോടെ വിഷ്ണുവിനാകെ ടെൻഷനായി. അല്ല, അപ്പൊ പിന്നെ ഞാൻ കേട്ടതോ എന്ന് വിഷ്ണു ശാലിനിയോട് അന്വേഷിച്ചു. ശാലിനി മുഖം തിരിച്ചുകൊണ്ട് താൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞത് കേട്ട് വിഷ്ണു വേഗം ശാലിനിയുടെ അരികിലേക്ക് വന്നു. അല്ല, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ശ്യാമ പറയുന്നത് കേട്ടല്ലോ, തന്റെ വീട്ടിലുള്ള കുഞ്ഞിന്റെ കാര്യം എന്ന് വിഷ്ണു ചോദിച്ചപ്പോഴേക്കും ഉടനെ ശാലിനി പറഞ്ഞു, അതിനിടയ്ക്ക് ശ്യാമ പറഞ്ഞില്ലേ, വിഷ്ണുയുടെ ശ്യാമയല്ലേ ഗർഭിണി? ശ്യാമ പറയുന്നത് കേട്ടില്ലേ? എന്റെ കുഞ്ഞായതെന്നുള്ള കാര്യം മറക്കരുത്, ഇത് എന്റെ കുഞ്ഞാന്നൊക്കെ ശ്യാമ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ആ, അതൊക്കെ ഞാൻ കേട്ടു. ഉടനെ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടൻ മദ്യപിച്ചത് കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചതാ. വിഷ്ണുവേട്ടൻ ശരിക്കും ശ്രദ്ധിക്കാതെ പറ്റിപ്പോയതാ. പിന്നെ അതൊക്കെ ശരി തന്നെയാലോ, പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടല്ലോടോ എന്ന് വിഷ്ണു പറഞ്ഞു. എടോ, മസാല ദോശ വേണമെന്ന് ശ്യാമ പറയുന്ന കേട്ടല്ലോ, തനിക്ക് വേണമെന്ന്. എന്താ അത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അത് പിന്നെ ഈ ശ്യാമയുടെ ചില കളിയൊക്കെയാ വിഷ്ണുവേട്ട. അത് അവൾക്ക് വേണമെന്ന്, മസാല ദോശ വേണമെന്ന് പറഞ്ഞതാ, അതാ അവൾ വിളിച്ചു പറഞ്ഞത് എന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിച്ചു. വിഷ്ണുവിന് ആകെ കൺഫ്യൂഷനായി. അപ്പോഴേക്കും ശാരിക മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ വിഷ്ണുവേട്ടാ, ശ്യാമയ്ക്ക് മസാല ദോശ എന്ന് പറഞ്ഞാലേ അവൾക്ക് വല്ലാത്ത കൊതിയാ. അതുകൊണ്ട് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാ. ഞാൻ പിന്നെ ഇവിടെ വല്ലപ്പോഴും അല്ലേ വരാറുള്ളൂ, വരുമ്പോഴൊക്കെ ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കും, അതാ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണുവേട്ടാ, മുഖത്ത് പോലും നോക്കാതെ തന്നെ ശാലിനി വീണ്ടും വിഷ്ണുവോട് സംസാരിച്ചു. വിഷ്ണുവേട്ടൻ ഇപ്പൊ ചെയ്തതൊക്കെ ഭയങ്കര മോശമായി പോയി. ഞാൻ ഗർഭിണിയാണെന്ന് ചിന്തിച്ച് എന്റെ സഹോദരങ്ങൾക്ക് മുന്നിൽ വെച്ച് വിഷ്ണുവേട്ടൻ വളരെ ബോറായി പോയി കേട്ടോ എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ട ഉടനെ വിഷ്ണു പെട്ടെന്ന് ആ കസേരയിലേക്ക് ഇരുന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ വളരെ ബോറായി പോയല്ലേ, പെട്ടെന്ന് മനസ്സിനങ്ങ് സന്തോഷം വന്നപ്പോ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചതാ കേട്ടോ. നിങ്ങള് എന്നോട് ക്ഷമിക്കണം, സോറി കേട്ടോ. സോറി ശാലിനി, സോറി കേട്ടോ. ശ്യാമേ, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഈ സന്തോഷത്തിലെ അങ്ങനെ അങ്ങ് ചെയ്തു പോയതാ എന്നൊക്കെ വിഷ്ണു പറഞ്ഞു. ഉടനെ തന്നെ ശാലിനിയെ ആകെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴേക്കും വിഷ്ണു ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എടോ, ഞാൻ ഈ സന്തോഷത്തിനിടയിലെ ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി.
നമ്മള് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതും കാത്തേ അവിടെ കമലിനും കൂട്ടർ നിൽക്കുക. പിന്നെ അതിനിടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായി. ഞാനും കമലിനും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ സുസ്മിത കാറ് കിടക്കുന്നു. സുസ്മിത അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് കമൽ എന്നോട് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കി. ഈ സുസ്മിത ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമോന്നേ, അല്ലെങ്കിലും സുസ്മിതയ്ക്ക് ഇവിടെ വരാനുള്ള ധൈര്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു. ആ പിന്നെ എല്ലാവർക്കും സോറി കേട്ടോ. ശ്യാമേ, നിന്നോടും സോറി. ശാരി സോറി. വീണ്ടും ശാലിനി നിന്നോടും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വേഗം ശാലിനിയുടെ വയറ്റത്ത് കൈവച്ച് ആ വയറിനോട് ചേർന്ന് കാത് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ദേ അച്ഛന്റെ മക്കളോടും സോറി കേട്ടോ, അച്ഛൻ സോറി പറയുന്നേ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ വയറ്റിലേക്ക് ചെവി ഓർത്തു. ഇത് കണ്ടതോടെ ശാലിനി ആകെ ടെൻഷൻ. പെട്ടെന്ന് വിഷ്ണുവിനെ തട്ടി മാറ്റി വിഷ്ണുവിന്റെ കൈയും മാറ്റിയിട്ട് പറഞ്ഞു, അല്ല വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? എന്റെ വയറ്റിലുള്ള കുഞ്ഞ് ശാലിനി ഗർഭിണിയല്ലെന്ന് പറഞ്ഞില്ലേ? ശ്യാമയുടെ വയറ്റിലാ കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോഴേക്കും വീണ്ടും വിഷ്ണു പറഞ്ഞു, അയ്യോ ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി. ശ്യാമയെ സോറി കേട്ടോ എന്ന് വീണ്ടും വിഷ്ണു ശ്യാമയോട് സോറി പറയുന്നു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വിഷ്ണു സത്യം മനസ്സിലാക്കിയിട്ടും അത് സത്യമല്ല എന്ന് വിഷ്ണുവിനെ ബോധ്യപ്പെടുത്താനും വിഷ്ണുവിനെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനും ശാലിനി വല്ലാതെ പ്രയാസപ്പെട്ടു. ഈ സമയത്ത് പുറത്ത് കാത്തു നിന്ന ബാൻഡ് സെറ്റിന്റെ ആള് ചോദിച്ചു, അല്ല ആശാൻ അകത്തേക്ക് പോയിട്ട് ഇതിലായിട്ടും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും കമലം പറഞ്ഞു, അത് പിന്നെ അകത്ത് ചെന്ന് ആശാൻ ഡിസ്കസ് ചെയ്യുകയായിരിക്കും ഇനി ഏടത്തിയമ്മ ചെയ്യേണ്ട അടുത്ത പരിപാടികളെ കുറിച്ചൊക്കെ. ഏടത്തിയമ്മ ഇനി എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അല്ല അതെന്താ, എന്ത് നടപടിയാ എന്ന് ചോദിച്ചപ്പോ കമലം പറഞ്ഞു, ഈ 100 ദിന നടപടികളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ. 100 ദിന പരിപാടികൾക്ക് ഇനി എന്തൊക്കെയാ വേണ്ടതെന്ന് ആശാനും ഏടത്തിയമ്മയും കൂടി ഡിസ്കസ് ചെയ്യുക, അതാ പറഞ്ഞത് എന്ന് കമലൻ അവരോട് വിശദീകരിച്ച് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്തായാലും ശരി, നമ്മുടെ ആ പള്ളിമുക്കിലെ ആ ഷാപ്പുണ്ടല്ലോ, ആ ബാറ്, അത് എത്രയും വേഗം തുറക്കണം. അതിനു വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കളക്ടറോട് പറയണം എന്നൊക്കെ പറഞ്ഞതും അത് ശരിയാക്കും, ഉടനെ തന്നെ ശരിയാക്കും എന്നൊക്കെ കമലനും മറുപടി നൽകി. അപ്പോഴാണ് വിഷ്ണു ശാലിനിയും വിളിച്ചുകൊണ്ട് വന്നത്. അതെ, നിങ്ങളെല്ലാവരും കൂടി ഇറങ്ങി വാ എന്ന് ശ്യാമയോടും ശാരികയോടും വിഷ്ണു പറഞ്ഞു. അതിനുശേഷം ശാലിനിയുമായി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയതും കമല എല്ലാരെയും കൊണ്ട് വാടാ എന്ന് വിഷ്ണു വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും കമലിനും സംഘവും ശാലിനിയും വിഷ്ണുവും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാത്തുനിന്നവർ അവരുടെ ചുറ്റും പാട്ടും മേളവുമായിട്ട് അവരുടെ സന്തോഷം അവരെല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിച്ചു. അങ്ങനെ വിഷ്ണു ശാലിനി നടക്കുക എന്നതും അവരെല്ലാവരും അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ വിഷ്ണു ഉടനെ തന്നെ കമലിന്റെ പാട്ട് നിർത്താനായി പറഞ്ഞു. വേഗം എന്താ ആശാനെ എന്ന് കമലൻ ചോദിച്ചപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, എടാ ഈ പാട്ടിന് നമുക്ക് റൈറ്റ് ഇല്ലടാ, നമുക്ക് റൈറ്റ് ഉള്ള പാട്ട് പാടറാ എന്ന് പറഞ്ഞതും വീണ്ടും ദേവദൂതർ തന്നെ മതിയെന്ന് വിഷ്ണു അറിയിച്ചു. അത് കേട്ടതും കമലൻ ആ പാട്ട് പാടാനായി തുടങ്ങി. കമലിനും വിഷ്ണുവും ശാലിനിയുടെ ചുറ്റും കിടന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും വലിയ സന്തോഷം അങ്ങനെ പ്രകടിപ്പിക്കുന്നത് കണ്ട് ആകെ സുസ്മിതയ്ക്ക് സംശയമായി. വേഗം തന്നെ സുസ്മിത കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അല്ല, ഈ പാമ്പും കൂട്ടങ്ങളൊക്കെ അവളെ ഇടയ്ക്ക് നിർത്തിയിട്ട് ഇതെന്താ ഈ കാണിക്കുന്നത്? ഇതെന്തായിരിക്കും സംഭവം? അത് മാത്രം മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സുസ്മിതയ്ക്ക് ആകെ സംശയമായി. എന്തായാലും ഒരു കാര്യം ചെയ്തേക്കാം, ഒരു വീഡിയോ എടുക്കാം, പിന്നീട് എന്തിനെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് ആലോചിച്ചുകൊണ്ട് സുസ്മിത തന്നെ മൊബൈലിൽ ശാലിനി വിഷ്ണുവിനെ ചേർത്ത് പിടിച്ച് അവർക്ക് നടുക്ക് നിന്ന് കമലിന്റെയും സംഘത്തിന്റെയും പാട്ടും മേളവും ഒക്കെ ആഘോഷിച്ചുകൊണ്ട് ആസ്വദിച്ച് അങ്ങനെ നടുക്കിരുന്ന് ഡാൻസ് ചെയ്യുന്ന കാഴ്ച കണ്ടു. ഇത് കണ്ടതോടെ സുസ്മിത വേഗം അത് തന്റെ മൊബൈലിൽ പകർത്തിയെടുത്തു. ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, ഇനി നിന്നിട്ട് വെറുതെ അവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കൂട്ടുണ്ടല്ലോ, മടങ്ങിയേക്കാം, ഇത് സൗകര്യം പോലെ ഭാമാന്റിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം എന്നാലോചിച്ച് സുസ്മിത തന്റെ മൊബൈലിൽ പകർത്തിയ ആ വീഡിയോയുമായി അവിടെ നിന്ന് മടങ്ങുന്നു. വിഷ്ണു ശാലിനിയെ IAS നേടിയതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കണ്ട് ശാരികയും ശ്യാമയും അത് നോക്കി അങ്ങനെ നിന്നു. ആ സമയത്ത് സത്യഭാമ കോൺട്രാക്ടറെ കാണാനായി പോയ സമയത്ത് കോൺട്രാക്ടറുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് സത്യഭാമയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. എന്താണെന്നറിയാനേ സത്യഭാമ വേഗം ഫോൺ എടുത്തു നോക്കി. ഒരു വീഡിയോ വന്നേക്കുന്നത് കണ്ട് സത്യഭാമ അത് ഓൺ ചെയ്തു. അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കമലിന്റെയും കൂട്ടരുടെയും ഡാൻസിന്റെയും പാട്ടിന്റെയൊക്കെ ഇടയ്ക്ക് കിടന്ന് തുള്ളുന്ന കാഴ്ചയും അതും കുടുംബശ്രീയിൽ ചെന്നിട്ട് തന്നെ ഈ ബഹളം വെക്കുന്നത് കണ്ടതോടെ സത്യഭാമയ്ക്ക് ആകെ കരിയാകുന്നു. വിഷ്ണു ഇതെന്തായിരിക്കും അവളുടെ അരികിലേക്ക് പോയതെന്നും അവള് നടുക്ക് നിർത്തി എന്തായി കാണിച്ചു കൂട്ടുന്നെന്ന് സംശയം തോന്നി സത്യഭാമ വേഗം കാർ നിർത്താനായി പറയുന്നു.